കർണാടക ഷിരൂരിൽ നിന്നും കാണാതെ അർജുന്റെ ഭാര്യയ്ക്ക് സഹകരണ ബാങ്കിൽ ജോലി. ജൂനിയർ ക്ലർക്ക് തസ്തികയിലാണ് നിയമനം. ബാങ്ക് അധികൃതർ ഇപ്പോൾ കുടുംബത്തെ നേരിട്ട് കണ്ട് നിയമന വിവരം അറിയിച്ചിരിക്കുകയാണ്. അർജുന്റെ കുടുംബം നൽകിയ നിവേദനത്തിന് മുഖ്യമന്ത്രിയുടെ മറുപടിയും ഈ കൂട്ടത്തിലുണ്ട്. അതായത് കോഴിക്കോട് കളക്ടർ സ്നേഹിൽ കുമാർ നേരിട്ടെത്തിയാണ് ഇപ്പോൾ മറുപടി രേഖാമൂലം നൽകിയിരിക്കുന്നത്. അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയയ്ക്ക് സഹകരണ ബാങ്കിൽ ജോലി നൽകുന്ന കാര്യവും ബാങ്ക് അധികൃതർ കുടുംബത്തെ അറിയിച്ചിരിക്കുന്നു. അർജുനെ കണ്ടെത്തുന്നതിനായുള്ള തിരച്ചിൽ സർക്കാർ സ്വീകരിച്ച നടപടികൾ മുഖ്യമന്ത്രി മറുപടി കത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരും കർണാടക സർക്കാരുമായി നടത്തിയ ആശയവിനിമയത്തെക്കുറിച്ചും ഈ കത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. അതായത് ഇന്ന് രാവിലെയാണ് വേങ്ങേരി സർവീസ് സഹകരണ ബാങ്ക് അധികൃതർ അർജുന്റെ വീട്ടിലെത്തി ജോലി നൽകുമെന്ന കാര്യം ഔദ്യോഗികമായിട്ട് തന്നെ അറിയിച്ചത്. ജൂനിയർ ക്ലർക്ക് തസ്തികയിലായിരിക്കും നിയമനം. ജോലി സ്വീകരിക്കുമെന്ന് തന്നെ കൃഷ്ണപ്രിയ അറിയിച്ചിരിക്കുകയാണ്. അതേസമയം ഷിരൂരിൽ നിന്ന് ഒരു പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയ വിവരങ്ങളും പുറത്തുവരികയാണ്. ഷിരൂരിൽ ഹോന്നാവാര കടലിൽ ഒഴുകി നടക്കുന്ന നിലയിലാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. മത്സ്യത്തൊഴിലാളികളാണ് മൃതദേഹം കണ്ടെത്തിയതും കാലിൽ വല കുടുങ്ങിയ നിലയിലാണ് മൃതദേഹമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ വ്യക്തമാക്കുന്നത്. ഷിരൂരിൽ മണ്ണിടിച്ചിൽപ്പെട്ട ആരുടെയെങ്കിലും മൃതദേഹമാണോ ഇതെന്നറിയാൻ കരയിലെത്തിച്ച് പരിശോധിക്കേണ്ടതുണ്ടെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചിരുന്നു. ഗംഗാവലിപ്പുഴ ഒഴുകിച്ചേർന്ന പ്രദേശമാണിത്. കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് ഒരു മത്സ്യത്തൊഴിലാളിയെ കാണാതായിരുന്നു. അതേസമയം മൃതദേഹം DNA പരിശോധന നടത്തണമെന്നാണ് അർജുന്റെ കുടുംബം ആവശ്യപ്പെടുന്നത്. അതായത് ഒറ്റക്കാഴ്ചയിൽ സ്ഥിരീകരിക്കാൻ കഴിയാത്ത വിധം ജീർണിച്ച അവസ്ഥയിലാണ് മൃതദേഹമെന്ന് ഈശ്വർ മാൽപെ പറഞ്ഞു. കാലിൽ വല കുടുങ്ങിയ പുരുഷ മൃതദേഹമാണെന്നും കയ്യിൽ വലയുണ്ടെന്നും മാൽപെ വ്യക്തമാക്കി. പ്രദേശത്തുനിന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഒഡീഷ സ്വദേശിയും കാണാതായിരുന്നു. എന്നാൽ ഇത് അർജുന്റെ മൃതദേഹമാകാൻ നേരിയ സാധ്യതയാണ് എന്നായിരുന്നു പറഞ്ഞത്. ഇത് ആരുടേതെന്ന് സ്ഥിരീകരിക്കാൻ DNA പരിശോധന നടത്തണമെന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയതും. ഷിരൂരിൽ തിരച്ചിൽ എന്ന് തുടങ്ങുമെന്നതിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ടായിട്ടും കർണാടക സർക്കാർ ഇക്കാര്യത്തിൽ മൗനം തുടരുന്നു. കുടുംബാംഗങ്ങൾ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപെയുമായി സംസാരിച്ചിരുന്നു. ഗംഗാവലിപ്പുഴയിൽ ഒഴുക്കിപ്പോൾ കുറവാണെന്നും തിരച്ചിൽ പുനരാരംഭിച്ചേക്കുമെന്ന് തന്നെയാണ് മാൽപെ സംഘവും അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഷിരൂരിലെ കടലിൽ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ അത് അർജുന്റേതാകാൻ സാധ്യത കുറവെന്ന് വ്യക്തമാക്കുകയായിരുന്നു കർണാടക പോലീസ്. ഷിരൂർ ഹോന്നാവാര കടലോരത്ത് മൃതദേഹം കണ്ടെന്ന മത്സ്യത്തൊഴിലാളികൾ നൽകിയ വിവരം മാത്രമേ ഉള്ളൂവെന്നും ഇതുവരെയും ഒരു മൃതദേഹം കണ്ടെത്തിയിട്ടില്ല എന്നുമാണ് പോലീസ് അറിയിച്ചത്. തിരച്ചിൽ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞ കുംഡ CI മൃതദേഹം 3 ദിവസം മുൻപ് കാണാതായ മത്സ്യത്തൊഴിലാളിയുടേതാകാമെന്നാണ് വ്യക്തമാക്കിയത്. അതായത് ഗോകർണ ജില്ലയിൽ കൂടം തീരത്തോട് ചേർന്ന് അകനാശിനി പുഴ കടലുമായി ചേരുന്ന അഴിമുഖം അകനാശിനി ബാടയോട് ചേർന്നാണ് അവസാനമായി മൃതദേഹം കണ്ടത്. ഈ സ്ഥലത്ത് പരിശോധന നടക്കുകയാണ്. മത്സ്യത്തൊഴിലാളി ബോട്ടുകളും ഫയർഫോഴ്സ് അടക്കമുള്ളവരാണ് തിരച്ചിൽ നടത്തുന്നത്. കടലിൽ 2ഇടത്താണ് ഒഴുകി നടക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. ധാരേശ്വറിലായിരുന്നു ആദ്യം മൃതദേഹം കണ്ടത്. പിന്നീട് അകനാശിനി അഴിമുഖത്ത് അടുത്ത മൃതദേഹം കണ്ടെത്തിയിരുന്നു. ഈ 2 സ്ഥലങ്ങൾ തമ്മിൽ 5 കിലോമീറ്ററോളം അകലമുണ്ട്. ഗംഗാവലിപ്പുഴ കടലിൽ ചേരുന്ന ഭാഗത്തുനിന്ന് 35 കിലോമീറ്റർ ദൂരെയാണ് അകനാശിനി അഴിമുഖം. അതിനാൽ തന്നെ ഇത് അർജുന്റെ മൃതദേഹമാകാൻ നേരിയ സാധ്യത മാത്രമേ ഉള്ളൂ. മൃതദേഹം ഇതുവരെ കണ്ടെത്തിയിട്ടില്ലെന്ന് തന്നെയാണ് അറിയിക്കുന്നത്. കുംഡ ഭാഗത്ത് പോലീസിന്റെ നേതൃത്വത്തിൽ കടലിൽ തിരച്ചിൽ നടത്തിയിരുന്നു. കടലിൽ ഒരു മൃതദേഹം കണ്ടെന്നും മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞിരുന്നു. മൃതദേഹം കണ്ടതിന് പിന്നാലെ മറ്റ് വിശദാംശങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഒറ്റക്കാഴ്ചയിൽ സ്ഥിരീകരിക്കാൻ സാധിക്കാത്ത നിലയിൽ ജീർണിച്ച അവസ്ഥയിലാണ് മൃതദേഹമെന്നും ഈശ്വർ മാൽപെ സ്ഥിരീകരിച്ചു. കാലിൽ വല കുടുങ്ങിയ നിലയിൽ പുരുഷ മൃതദേഹമാണ് ലഭിച്ചതും കയ്യിൽ വളയുണ്ടെന്നുമാണ് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞത്. മീൻ പിടിക്കാൻ പോയ മത്സ്യത്തൊഴിലാളികളാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. എന്നാൽ ഇത് അർജുന്റേതാകാൻ സാധ്യതയില്ലെന്ന് തന്നെയാണ് നിലവിൽ ഈശ്വർ മാൽപെയും അറിയിച്ചത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.